മുംബൈയിലെ ബാന്ദ്രയിലെ വീട്ടിൽ വെച്ച് സെയ്ഫ് അലി ഖാന് കുത്തേറ്റു. ആദ്യമൊക്കെ കേട്ടപ്പോൾ നമ്മൾ ഞെട്ടി. പക്ഷേ പിന്നീട് ഒന്നിനു പിറകെ ഒന്നായി പുറത്തു വരുന്ന വിവരങ്ങൾ ദുരൂഹത ഉളവാക്കുന്ന ശരിക്കും നാടകമാണോ? ലീലാവതി ആശുപത്രിയുടെ ലീലകൾ കൂടിയുണ്ടോ എന്ന് സംശയിക്കപ്പെടണം. നമ്മുടെ ഈ സിനിമയിലൊക്കെ സൂപ്പർ ഹീറോയാണ് സെയ്ഫ് അലി ഖാൻ, അല്ലേ? അതെ. സൂപ്പർ ഹീറോയ്ക്ക് അമാനുഷ പദവിയുള്ള അമാനുഷ ശേഷിയുള്ള ആളുകൾക്ക് ഒരു മുറിവൊക്കെ വന്നാൽ പല്ലിയുടെ വാല് കൂടുന്ന പോലെ പെട്ടെന്ന് ഉണങ്ങിപ്പോകുമായിരിക്കും. നടനായതുകൊണ്ടായിരിക്കും. അല്ല, അത്തരം വേഷങ്ങൾ ചെയ്യുന്ന ആളാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു സൂപ്പർ ആക്ടറും സൂപ്പർ ഡോക്ടർമാരും ചേർന്നിട്ടുള്ള ഒരു ഗൂഢാലോചനയാണോ എന്നുള്ള സംശയം അനുദിനം ബലപ്പെടുകയാണ്. ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന അങ്ങേയറ്റം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. നമ്മുടെ മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യുന്നില്ല. പക്ഷേ നമ്മൾ ഡോക്യുമെൻ്റ് വെച്ചിട്ട് ഏറ്റവും പുതിയ ഡെവലപ്മെൻറ്റ് നമുക്ക് പറയാം. പ്രേക്ഷകരെ, നിങ്ങളിത് മുഴുവൻ കാണണം. ഒരിക്കലും നമ്മുടെ കേരളത്തിലെ, പ്രത്യേകിച്ച് കേരളത്തിലെ ഒരു മാധ്യമവും പറയത്തില്ല. കാരണം പേര് സെയ്ഫ് അലി ഖാൻ എന്നായതുകൊണ്ടാണ്. അതുകൊണ്ട് ഈ വാർത്ത ഒരുപക്ഷെ ABC-യിൽ നിന്ന് മാത്രമേ നിങ്ങൾ അറിയാൻ പോകുന്നുള്ളൂ. അപ്പോൾ ഏതായാലും നമ്മൾ കേട്ടില്ലേ, കുത്തുകൊണ്ടിട്ട് അദ്ദേഹത്തെ അവിടുന്ന് ഒരു ഹൗസ് മെയ്ഡ് താങ്ങിപ്പിടിച്ച് താഴെ കൊണ്ടുവന്നു. കൂടെ ചെറിയ മകനായ ഇബ്രാഹിം തിമൂർ ഉണ്ടായിരുന്നു. അങ്ങനെ അവരവിടെ നിന്നിട്ട് ഒരു ഓട്ടോറിക്ഷ വന്നു. ഓട്ടോറിക്ഷക്കാരനെ കൈ കാണിച്ച് നിർത്തി. ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു എവിടെ പോകണമെന്ന് ചോദിച്ചു. ലീലാവതി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. അത് എന്നിട്ട് ഇയാൾ തന്നെ സെയ്ഫ് അലി ഖാൻ തന്നെ പറഞ്ഞു ലീലാവതിയിലേക്ക് വേണമെന്ന് പറഞ്ഞു. ഓട്ടോറിക്ഷ കയറി. ഏറ്റവും അറ്റത്ത് സെയ്ഫ് അലി ഖാൻ ഇരുന്നു, പിന്നെ തിമൂർ ഇരുന്നു, പിന്നെ ആ മെയ്ഡ് ഇരുന്നു. അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ച് അവിടെ പോയി. അവിടെ ചെന്നപ്പോഴത്തേക്കാണ് ഞാൻ സെയ്ഫ് അലി ഖാനാണെന്ന് പറഞ്ഞു. ഉടനെ സ്ട്രക്ചർ കൊണ്ടുവന്ന് ആശുപത്രിയിലേക്ക് കയറ്റി. ഇതാണല്ലോ തിയറി. അതെ. അപ്പോൾ കൂടെ പോയതാരാണ്? അപ്പോൾ ആശുപത്രിയിൽ കൂടെ കൊണ്ടുപോയ ആളുടെ പേര് തിമൂറാണ്. ഇബ്രാഹിം തിമൂറാണ് എൻ്റെ കൊണ്ടുപോയത്, മകനാണ് കൊണ്ടുപോയത് എന്നാണ് സെയ്ഫ് അലി ഖാൻ ഇന്ന് വരെ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ലീലാവതി ഹോസ്പിറ്റലിൽ നിന്ന് ഉള്ള ഒരു മെഡിക്കൽ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. മെഡിക്കൽ റിപ്പോർട്ട് എന്ന് വന്നാൽ പോലീസിന് ആശുപത്രിയിൽ ക്രൈമിൻ്റെ ഭാഗമായി ആശുപത്രിയിൽ വന്നാൽ അവർ ഇൻറ്റിമേഷൻ കൊടുക്കണം. ആർക്ക്? പോലീസിന്. അത് നടപടിയാണ്. അപ്പോൾ എങ്ങനെയാണ് കേസ് രജിസ്റ്റർ ചെയ്യുന്നത്? അങ്ങനെ ലീലാവതി ആശുപത്രിയിൽ നിന്ന് കൊടുത്ത ഇൻറ്റിമേഷൻ റിപ്പോർട്ടിൻ്റെ കോപ്പി പ്രേക്ഷകർ കാണണം. ഇതിനൊപ്പം നമ്മൾ കാണിക്കുന്നുണ്ട്. അതിൽ പറയുന്നത് അദ്ദേഹത്തെ ആശുപത്രിയിൽ കൊണ്ടുവന്നത് ഒരു സുഹൃത്താണ്. സുഹൃത്തിൻ്റെ പേര് അഫ്സർ സൈദി. ഇതുവരെ നമ്മളങ്ങനെ ഒരു കഥാപാത്രത്തെ കേട്ടിട്ടില്ല, അല്ലേ? അതെ. ഓട്ടോറിക്ഷക്കാരൻ, ഇബ്രാഹിം തിമൂർ എന്ന് പറഞ്ഞ മകൻ, പിന്നെ വേലക്കാരി, ഇങ്ങനെയാണ് കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ എവിടുന്ന് വന്നു അഫ്സർ സൈദി? ദുരൂഹത ഒന്ന്. രണ്ടാമത്തത്, സംഭവം നടന്നതിനെക്കുറിച്ച് എല്ലാവരും പറഞ്ഞത് പുലർച്ചെ 2:30, 16-ാം തീയതി, ജനുവരി 16-ാം തീയതി പുലർച്ചെ 2:30 മുഹമ്മദ് ഷെരീഫുൾ എന്ന് പറയുന്ന പിന്നീട് കണ്ടെത്തിയ ഈ മോഷ്ടാവോ സമ്പടി ആരോ, മോഷ്ടാവോ വാടകയ്ക്കെടുത്ത ആളോ അല്ലെങ്കിൽ നടന്മാർ, എല്ലാവരും നടന്മാരും നടിമാരുമാണല്ലോ. അപ്പോൾ ഈ നടൻ, പുതിയ നടൻ, വില്ലനായ നടൻ അകത്ത് കയറി ആദ്യം ഈ കുട്ടിയുടെ മുറിയിലേക്ക് പോയി കുട്ടിയെ എടുക്കാൻ പോകുന്നത് നമ്മുടെ ഏലിയാമ്മ എന്ന് പറയുന്ന മെയ്ഡ് കാണുകയും അവർ തടയാൻ ശ്രമിച്ചു. അവർക്കും പരിക്കേറ്റു. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അവരെ ആക്രമിക്കുന്നപ്പോൾ സെയ്ഫ് അലി ഖാൻ ഓടി വന്ന് ഇവനെ വട്ടം പിടിച്ചപ്പോൾ അവൻ ചാറ പറാന്ന് കുത്തി എന്നാണ് പറയുന്നത്. അതെ. ശരി. എത്ര മണിക്ക്? 2:30 മണിക്ക്. അവിടെ നിന്ന് കഷ്ടിച്ച് 4 കിലോമീറ്റർ ദൂരമാണ് ലീലാവതി ഹോസ്പിറ്റലിലേക്കുള്ളത്. ഓർമ്മ വെക്കണം. എന്നാൽ ലീലാവതി ഹോസ്പിറ്റലിൽ ഇദ്ദേഹത്തെ എത്തിച്ച സമയം ഈ കടലാസിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്, ഇൻറ്റിമേഷൻ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് 4:11. 2:30 കുത്തുകൊണ്ട ആളെ 4:11 4 കിലോമീറ്റർ അല്ലെ 5 കിലോമീറ്റർ ദൂരത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചത്. അപ്പോൾ അദ്ദേഹം ബോധം കെട്ട് കിടക്കുവാണെങ്കിലും വിളിച്ചുകൊണ്ട് പോകാം. നമ്മൾ നേരത്തെ തന്നെ ചോദിച്ചു, എന്തുകൊണ്ട് ഇത്രയും VVIPകൾ താമസിക്കുന്ന ഒരുപാട് സെക്യൂരിറ്റി ഗാർഡ്സ് ഉള്ള അവിടെ ഒരു സെക്യൂരിറ്റി പോലും വന്നില്ല, ആരും സഹായത്തിന് വന്നില്ല. ഇവർ താഴെ ലിഫ്റ്റിൽ ഇറങ്ങി നടന്ന് വന്ന് കയറി, എന്നിട്ട് റോഡിൽ ഇറങ്ങി നിന്ന് കൈ കാണിച്ച് ഓട്ടോ വിളിച്ചു. അപ്പോഴും സെക്യൂരിറ്റീസ് ആരും വന്നില്ല. അവരാരും ഒരു ആംബുലൻസ് വിളിച്ചില്ല. നമ്മുടെയൊക്കെ ചില ഈ വലിയ സമ്പന്നരൊക്കെ താമസിക്കുന്ന ഫ്ലാറ്റിൽ ഒരാൾ പറഞ്ഞു കേട്ടത്, ഞാൻ ഒരു കമൻറ്റിൽ, നമ്മുടെ വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഉണ്ട്, അദ്ദേഹമൊക്കെ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിൽ ഒരു പട്ടി കയറി ഉടനെ എന്ത് ചെയ്തു? അപ്പോൾ തന്നെ ഒരു വാക്കി ടോക്കിൽ സെക്യൂരിറ്റി ഗാർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചു പറഞ്ഞ് അലർട്ടായിട്ട്, എന്നിട്ട് അവർ നിമിഷത്തിനോട് പട്ടി വരെ പുറത്ത് കാണിച്ചു, എടുത്തു കളഞ്ഞു. ഒരു നായ കയറിയപ്പം. അപ്പോൾ ഇവിടെ വാക്കി ടോക്കിയും ആയുധങ്ങളും ഒക്കെയുള്ള സെക്യൂരിറ്റി ഗാർഡ്സാണ്. ബാന്ദ്ര എന്ന് പറയുന്ന ബോംബെയിലെ അതിസമ്പന്നർ താമസിക്കുന്ന, സിനിമാ താരങ്ങളെ പോലെയുള്ള ആളുകൾ താമസിക്കുന്ന അതിസമ്പന്നർ താമസിക്കുന്ന മേഖലയാണ് ബാന്ദ്ര. ബാന്ദ്രയിലെ ഒരു ഫ്ലാറ്റിൽ ഇത്രയും സംഭവങ്ങൾ നടന്നിട്ട് ഒരു സെക്യൂരിറ്റി ഗാർഡിനെ പോലും നമ്മൾ കണ്ടിട്ടില്ല. മറ്റേ ഒപ്പം സിനിമയിലെ
മറ്റേ ഇയാളുടെ മമ്മൂക്കയുടെ സെക്യൂരിറ്റി ഗാർഡിനെ ഓർക്കുന്നുണ്ടല്ലോ അതെ അതെ എന്ന് പറയുന്ന പോലെ സെക്യൂരിറ്റി ഗാർഡ്സിനെ വിളിച്ച് ആരും ചോദ്യം ചെയ്തതായിട്ടും നമ്മൾ കേട്ടിട്ടില്ല. അപ്പോൾ പോലീസിനും ഈ ദുരൂഹതകളൊക്കെ ഉണ്ടെങ്കിലും മുംബൈ പോലീസും മിണ്ടുന്നില്ല. അപ്പോൾ വലിയൊരു തിരക്കഥയുണ്ട് ഇതിന്. വലിയൊരു തിരക്കഥ ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. ഇനി അത് പറയാം, ആ തിരക്കഥയിലേക്ക് അത് എന്തുകൊണ്ട് മുംബൈ പോലീസ് ഇടപെടുന്നില്ല എന്നതിന് ഒരു പ്രധാന കാരണമുണ്ട്. അതിലേക്ക് ഞാൻ പറയാം. പ്രധാനപ്പെട്ട കാരണമാണ്. ഇനി ഇയാൾക്ക് 5 മുറിവുകളുണ്ടായിരുന്നു. എവിടെയൊക്കെയാണ്? ഒന്ന് പുറത്ത്, അരക്കെട്ടിൽ, കഴുത്തിൽ, തോളിൽ, എൽബോയിൽ 5 കുത്തുകളേറ്റു. അതിൻ്റെ ആക്സോ ബ്ലേഡിനാണ് കുത്തിയത്. ആക്സോ ബ്ലേഡിന് കുത്തിയൊന്നും കയറ്റാൻ പറ്റൂല അല്ലേ, വല്ല പഴമായിരിക്കണം കയറ്റണമൊക്കെ. അപ്പോൾ ആക്സോ ബ്ലേഡ് ഒടിഞ്ഞ് തറച്ചിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് മെഡിക്കൽ റിപ്പോർട്ടിൽ പറയുന്നത് 1/2 സെൻറ്റിമീറ്റർ മുതൽ 15 സെൻറ്റിമീറ്റർ വരെ ഉള്ള മുറിവുകളുണ്ടായിരുന്നു. 1/2 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ ഇത്രയും അല്ലേ, ചെറിയ ഒന്ന് ബ്ലേഡ് ഷേവ് ചെയ്യുമ്പോൾ പറ്റുന്ന മുറിവ് 1/2 സെൻറ്റിമീറ്റർ ആയിരിക്കും. 15 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ അല്പം ഒരാഴം, നമ്മുടെ ഒരു വിരലിൻ്റെ തുമ്പിൻ്റെ അത്രയൊക്കെ ഉണ്ടാവാം. അത്രയൊക്കെ ആക്സോ ബ്ലേഡിന് പറ്റുള്ളൂ. അപ്പോൾ ഏതായാലും അത്രയും മുറിവുകളുണ്ടായിരുന്നു എന്ന് പറയുന്നു. അതിനുശേഷം അദ്ദേഹം വരുന്ന വീഡിയോ ഉണ്ടല്ലോ, വീഡിയോയിൽ ഏതെങ്കിലും വാർത്തയിൽ സെയ്ഫ് അലി ഖാന് എത്ര സ്റ്റിച്ച് ഉണ്ടെന്നുള്ള വാർത്ത വന്നിരുന്നോ? തുന്നിക്കെട്ട് എത്രയുണ്ട്? വന്നിട്ടില്ല. അന്ന് വന്ന വാർത്ത കത്തി ഇങ്ങനെ തറഞ്ഞിറങ്ങി നട്ടലിൻ്റെ അവിടെ സുഷുമ്നയുടെ തൊട്ടടുത്ത് വരെ ചെന്നിട്ട് സുഷുമ്നയുടെ ഹലോ ഹൗ ആർ യു എന്ന് കത്തി ചോദിച്ചു എന്നൊക്കെയാണ്. എന്നിട്ട് പിന്നെ സുഷുപ്ന ഫ്ലോയിഡ് ലീക്കായില്ല എന്നൊക്കെ പറഞ്ഞാൽ 4-ാം ദിവസം ഡിസ്ചാർജ് ചെയ്ത് കൂളായിട്ട്, ഓട്ടോറിക്ഷയ്ക്കാണോ വന്നതെന്നറിയത്തില്ല, കൂളായിട്ട് വന്നിറങ്ങി നടന്ന് കയറിപ്പോയി. അങ്ങയുടെ ആരോഗ്യം എങ്ങനെയുണ്ടെന്ന് ചോദിക്കും, അയാൾ ഓക്കെ എന്നൊക്കെ പറഞ്ഞ് കൈപൊക്കി കാണിക്കുന്ന വീഡിയോ ഉണ്ട്. ആ വീഡിയോ എൻ്റെ പക്കലുണ്ട്, നോക്കട്ടെ, നമുക്ക് ഇതിനോട് ആഡ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എങ്ങനെ ഇത് സംഭവിക്കുന്നു? 4 ദിവസം കൊണ്ട് നേരത്തെ പറഞ്ഞാലായിരിക്കും ഈ പിന്നെ ഉറഞ്ഞു കൂടുമല്ലോ പെട്ടെന്ന്, വലിയ മാനുഷിക കഥാപാത്രമുള്ള മുറിവൊക്കെ തന്നെ കൂടും, മുറിവൊക്കെ തന്നെ കൂടും. ഏതായാലും മൊത്തത്തിൽ ഇതൊരു ദുരൂഹതയാണ്. നാടകം പക്ഷേ പൊളിഞ്ഞു. ഇനി എന്തുകൊണ്ട് ഈ ഓട്ടോറിക്ഷക്കാരൻ ചോദിച്ചു എന്ന് പറയുന്നുണ്ട്. അത് തൊട്ട് നിന്ന് 4 പ്രധാനപ്പെട്ട ആശുപത്രികളുണ്ട്. എവിടേക്കാണ് പോകേണ്ടത്? ലീലാവതി ആശുപത്രി എന്ന് ഈ മെയ്ഡ് പറഞ്ഞു. മെയ്ഡ് പറഞ്ഞെങ്കിലും സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സെയ്ഫ് അലി ഖാൻ. ഈ കുത്ത് കൊണ്ട ആളോട് ഓട്ടോറിക്ഷക്കാരൻ വീണ്ടും ചോദിച്ചു എവിടേക്കാണ് പോകേണ്ടത്, അവിടേക്ക് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അതെ അവിടേക്ക് തന്നെ, അവിടെ തന്നെ പോയാൽ മതി എന്ന് പറഞ്ഞു. ലീലാവതി തന്നെ പോയാൽ മതി പറഞ്ഞു. ലീലാവതിയിൽ പോയത് എന്തുകൊണ്ടാണെന്നൊരു ചോദ്യം ഇപ്പോൾ വരുന്നുണ്ട്. അതിനൊരു ഉത്തരം ആരും പറയുന്നില്ലെങ്കിലും ഉത്തരം ഗസ് ചെയ്ത് കണ്ടുപിടിക്കാം. സെയ്ഫ് അലി ഖാൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് പരംബീർ സിംഗ് എന്നാണ്. പരംബീർ സിംഗ് ഇപ്പോൾ ആ ആശുപത്രിയുടെ ഡയറക്ടറാണ്. ലീലാവതി ആശുപത്രി ഡയറക്ടറാണ്. സുഹൃത്താണ്. സുഹൃത്ത് മാത്രമല്ല, അദ്ദേഹം ആരായിരുന്നു എന്ന് ചോദിച്ചാൽ മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്നു. മുൻ മുംബൈ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന പരംബീർ സിംഗ് ആണ് ഈ ലീലാവതി ആശുപത്രിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ. സെയ്ഫ് അലി ഖാൻ്റെ സുഹൃത്താണ്. ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ കുറേ ദുരൂഹതകൾ ഇതിൻ്റെ പിന്നാലെ ഉണ്ട്. ദുരൂഹതയുണ്ട്. ഇതൊക്കെ മാത്രമല്ല, ഇപ്പോഴാണ് എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം ഇദ്ദേഹത്തിൻ്റെ 1796 കോടി രൂപയുടെ പ്രോപ്പർട്ടികൾ കേന്ദ്ര സർക്കാർ പിടിച്ചെടുത്തു. കൊട്ടാരങ്ങളുണ്ട്, കോട്ടകളുണ്ട്, ഒക്കെ ഉണ്ടല്ലോ. കാരണം ഇദ്ദേഹത്തിൻ്റെ മുത്തച്ഛൻ്റെ അച്ഛൻ, ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ ഭോപ്പാലിലെ നവാബായിരുന്നു. അദ്ദേഹം അവിടുന്ന് പോയി. അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മകൾ ആബിദ സുൽത്താനയും പോയതിനു ശേഷം അത് എനിമി പ്രോപ്പർട്ടി ആക്ട് ആയിരുന്നു. ആ എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം അങ്ങനെ നമ്മുടെ ശത്രു രാജ്യങ്ങളിലേക്ക് പോയ ആളുകളുടെ പ്രോപ്പർട്ടി ഇന്ത്യ ഗവൺമെൻറ്റിന് അവകാശപ്പെട്ടതാണ്. അതിന് മുൻകാല പ്രാബല്യം 2016 നരേന്ദ്രമോദി വരുത്തിയിരുന്നു. അതുകൊണ്ട് ഈ പ്രോപ്പർട്ടി പോയി എന്ന് പറഞ്ഞാൽ ഹൈക്കോടതി കേസുണ്ടായിരുന്നു, സ്റ്റേ ആയിരുന്നു. സ്റ്റേ അങ്ങോട്ട് മധ്യപ്രദേശ് ഹൈക്കോടതി വെക്കേറ്റ് ചെയ്തിട്ട് പറഞ്ഞു ഇതിൻ്റെ അപ്പലേറ്റ് അതോറിറ്റി ആഭ്യന്തര വകുപ്പാണ്, അമിത്ഷായാണ് തീരുമാനിക്കേണ്ടത്, കോടതിക്ക് ഇടപെടാൻ പറ്റില്ല. അതുകൊണ്ട് അവിടെ ഒരു അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു. അതിന് തൊട്ട് മുമ്പ്, ഈ കുത്ത് നാടകത്തിന് കുറച്ച് ദിവസം മുമ്പ് കരീന നരേന്ദ്രമോദിയെ പോയി കണ്ടിരുന്നു. കണ്ടിട്ട് മോദി മഹാനാണെന്നും മോദിയെപ്പോലെ ഒരു നേതാവിനെ കിട്ടിയത് ഇന്ത്യയുടെ ഭാഗ്യമാണെന്നും പറഞ്ഞിരുന്നു.
ഞാനിതെല്ലാം കൂടെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇതെല്ലാം കൂടെ കണക്ട് ചെയ്ത് വരുമ്പോഴത്തേക്ക് വലിയൊരു തിരക്കഥയുടെ ഒരു ചെറിയ ഭാഗം എനിക്കറിയാമല്ല, സിനു കണക്ട് ചെയ്തോ? അല്ല, കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ഇപ്പം ഞാൻ മാത്രം കണക്ട് ചെയ്ത് സിനുവിന്റെ ഒബ്സർവേഷൻ പറ, നമുക്ക് അങ്ങനെ വൈൻഡപ്പ് ചെയ്യാം. പ്രേക്ഷകർ മൊത്തം ഇത് കേട്ടോണ്ടിരിക്കണല്ലോ. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പുറത്തു വരുന്ന കാര്യങ്ങളൊക്കെ മൊത്തം നോക്കി. ഒന്ന്, മാരകമായ കുത്തേറ്റു. മാരകമായ കുത്തേറ്റ ആൾ 2 മണിക്കൂർ വീട്ടിൽ കഴിയുന്നു. സാധാരണ ഈ രക്തം വാർന്ന് മരിക്കാൻ അത് സംഭവിക്കും? അത് സംഭവിക്കുന്നില്ല. 4 കിലോമീറ്റർ അകലെയുള്ള ആശുപത്രിയിൽ തന്നെ, ഇവിടെ തന്നെ പോയാൽ മതി എന്ന് സെയ്ഫ് അലി ഖാൻ തന്നെ കൃത്യമായിട്ട് പറയുന്നു. ഈ സെയ്ഫ് അലി ഖാൻ്റെ സുഹൃത്താണ് ഇതിൻ്റെ ഡയറക്ടർ എന്നുള്ള കാര്യം ഇപ്പോഴാണ് പുറത്ത് വരുന്നത്. ഇതെല്ലാം കൂടെ വരുന്നു. പിന്നെ ആദ്യം കുത്തിയ ആളൊരു ഹിന്ദു നാമധാരിയായിരുന്നു പറഞ്ഞത്, പിന്നെ അത് ബംഗ്ലാദേശി ആയിട്ട് വരുന്നു. ഇതെല്ലാം കൂടെ അത് അവൾ പറയുമ്പോൾ മുഹമ്മദ് ഷരീഫുള്ളിനെ കുറിച്ച്, മുഹമ്മദ് ഷരീഫുള്ളിൻ്റെ അമ്മയും അച്ഛനും ബംഗ്ലാദേശിലെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷരീഫുൾ അവിടെ അവാമി ലീഗ്, നമ്മുടെ ഹസീനയുടെ പാർട്ടിക്കാരനായിരുന്നു. ഇത്ര എല്ലാത്തിനും ഇത്രയുണ്ട്. അവിടെ അയാളിങ്ങനെ ഹസീനയുടെ ഭരണം വീണപ്പോൾ ഇയാൾക്ക് ബൈക്ക് ടാക്സി ഓടിക്കുന്ന ജോലിയായിരുന്നു. നമ്മുടെ ബാംഗ്ലൂരൊക്കെ ഉണ്ട്, കേരളത്തിലായിട്ടില്ല. നമ്മൾ ഊബർ വിളിക്കുന്ന പോലെ വിളിച്ചാൽ ബൈക്ക് വരും, അതിൻ്റെ പുറകെ കയറിയിട്ട് നമുക്ക് പോകാം, കുറച്ച് പൈസ മതി, പെട്ടെന്ന് എത്താം. ആ ബൈക്ക് ടാക്സി ഓടിക്കുന്ന ജോലിയായിരുന്നു. ഹസീന വീണതിന് ശേഷം അവാമി ലീഗുകാർക്കൊക്കെ വലിയ പ്രശ്നം ഉണ്ടായപ്പോൾ ഇയാൾ അവിടെ നിന്ന് ഓടി ഇന്ത്യയിലേക്ക് വന്നതാണ്. അവനുണ്ട്, അവൻ്റെ കൂട്ടുകാരും ഉണ്ടായിരുന്നു. എൻ്റെ മോൻ ആ ചിത്രം കണ്ടപ്പോൾ അവനോട് സാമ്യമൊക്കെ ഉണ്ട്. പക്ഷെ എൻ്റെ മോൻ ഇങ്ങനെ മുടിയൊന്നും നീട്ടി വളർത്തുന്ന ആളല്ല. മുടി വളരാൻ എത്ര സമയം വേണം അല്ലേ? മുടി നീട്ടി വളർത്തുന്ന ആളൊന്നുമല്ല. അതുകൊണ്ട് അവൻ ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നതുകൊണ്ട് ഇന്ത്യൻ സർക്കാർ അവനെ പീഡിപ്പിക്കുകയാണ്. എൻ്റെ മകന് നീതി വേണമെന്ന് മുഹമ്മദ് ഷരീഫുള്ളിൻ്റെ മാതാപിതാക്കൾ ബംഗ്ലാദേശി മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇനി സിനിമ ബാക്കി പറഞ്ഞു. അപ്പോൾ ഈ പറയുന്ന എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒരു സംശയം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെ യാദൃശ്ചികം എന്ന് പറയാൻ പറ്റില്ല, ഞാൻ ഉൾപ്പെടെയുള്ള. ഏതായാലും ചക്ക കുഴയുന്ന പോലെ കുഴയുന്നുണ്ട്, അവിയൽ കുഴയുന്ന പോലെ, ചക്കയില്ല അവിയൽ പോലെ. ഇപ്പോൾ ആരെയും വിശ്വസിക്കുന്നില്ല. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ പിന്നെ സെയ്ഫ് അലി ഖാൻ സിനിമ വല്ലതും സംവിധാനം ചെയ്തിട്ടുണ്ടോ? ചിലപ്പോൾ ഇനി അതിന് വേണ്ടിയിട്ടുള്ള ഒരു കഥ തയ്യാറാക്കി അത് ജീവിതത്തിലൊന്ന് ഇംപ്ലിമെൻ്റ് ചെയ്തിട്ട് സിനിമയാക്കാനുള്ള പ്ലാൻ ആയിരിക്കാം. എനിക്കറിയില്ല, ഞാൻ സെയ്ഫ് അലി ഖാൻ്റെ സിനിമയൊന്നും കണ്ടിട്ടില്ല. എന്തായാലും വളരെ പ്രതിഫലം. നായകനാണ്, വില്ലനാണ്? നായകനാ. വലിയധികം ബോളിവുഡിൽ ഏതാണ്ട് 3.5 കോടി എങ്ങാണ്ടാണ് ഇയാളുടെ പ്രതിഫലം എന്നാണ് പ്രേക്ഷകർ എന്നോട് ക്ഷമിക്കണം. 3.5 ഒന്നും ആയിരിക്കില്ല. അല്ല, എന്ന് വെച്ചാൽ ഒരു മാസത്തെ വരുമാനം മീൻസ് അയാളെ സിനിമ ഇൻഡസ്ട്രിയുമായി ബന്ധപ്പെട്ട് സിനിമയിൽ അഭിനയിക്കുന്നതല്ല, ഇയാൾ പല മേഖലകളിലും. 3.5 കോടിയൊക്കെ ചെറിയ തുകയാണ്. ചിലപ്പോൾ 35 കോടിയൊക്കെ ആയിരിക്കും. ഇയാളിപ്പോ ചെയ്യുന്ന, ഇയാളുടെ ഈ വലിയ കൊട്ടാരങ്ങളും പാലസുകളൊക്കെ ഉണ്ടല്ലോ, 1796 കോടി രൂപ വില മതിക്കുന്ന 113.6 ഏക്കർ പ്രോപ്പർട്ടി, ശത്രു പ്രോപ്പർട്ടി കൈവശം വെച്ചിട്ടുണ്ട്. അത് പലതും വലിയ കൊട്ടാരങ്ങളും കോട്ടകളൊക്കെ ഹോട്ടലുകളൊക്കെ ആക്കി മാറ്റിയിരിക്കുകയാണ്. അവിടെ നിന്നുള്ള റവന്യൂ എത്രയാണെന്ന് അറിയില്ല. ഹെറിറ്റേജ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഈ സെയ്ഫ് അലി ഖാൻ എത്ര നാളിങ്ങനെ കുഴഞ്ഞു നടക്കും എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. ഒരു കാര്യം കൂടെ നമുക്ക് പ്രേക്ഷകരോട് പറയാം. ഈ പ്രേക്ഷകർ ചിലർ സംശയം ചോദിച്ചിട്ടുണ്ട്, എന്താ എനിമി പ്രോപ്പർട്ടി, ഇതെന്താ സംഭവം, എങ്ങനെയാണ് അത് സെയ്ഫ് അലി ഖാനെ ബാധിക്കുന്നത്? അത് സംബന്ധിച്ച് നമ്മളൊരു സ്പെഷ്യൽ വീഡിയോ ഇന്ന് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്, കാണണം കേട്ടോ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.